നിങ്ങൾ വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ചേഞ്ചസ്. മെന്റൽ ഹെൽത്ത്, ഏകാന്തത, ഉത്കണ്ഠ, വിഷാദം എന്നിവ വർദ്ധിക്കുന്നു. നിലവിലുള്ള വിഷാദരോഗമുള്ളവരിൽ പഠനങ്ങൾ കൂടുതൽ തീവ്രത കാണിക്കുന്നു. ഫിസിക്കൽ ഹെൽത്ത്, കുറഞ്ഞ, ഉദാസീനമായ ജീവിതശൈലി. വീടിനുള്ളിൽ നിന്നുള്ള മലിനീകരണം മൂലമുണ്ടാകുന്ന ശ്വസന പ്രശ്നങ്ങൾ. ഇത് പുറത്തെ വായുവിനേക്കാൾ 5 ഇരട്ടി കൂടുതലായിരിക്കാം. ബിഹേവിയറൽ ചേഞ്ചസ്, ഡിക്രീസ്ഡ് സോഷ്യൽ ആക്ടിവിറ്റി. വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പലപ്പോഴും സാമൂഹിക ഇടപെടലുകൾ കുറയ്ക്കുന്നു. അഡാപ്റ്റേഷൻ ടു കംഫർട്ട്. നിങ്ങളുടെ സുഖസൗകര്യ മേഖല വിട്ടുപോകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരും. ഇത് പ്രചോദനം കുറയ്ക്കും. ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് ഉപകാരവുമുണ്ട്. പോസിറ്റീവ് ആസ്പെക്ട്സ്. ഇൻട്രോസ്പെക്ഷൻ. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് ക്ഷമ, ഏകാഗ്രത, ആത്മപരിശോധന എന്നിവ വർദ്ധിപ്പിക്കും. സസ്റ്റൈനബിൾ ഹാപ്പിനെസ്. നിരന്തരമായ ഉത്തേജന ചക്രത്തിൽ നിന്നുള്ള ഒരു ഇടവേള, ഹയോണിക് അഡാപ്റ്റേഷൻ, ആഴമേറിയതും ദീർഘകാലവുമായ സംതൃപ്തി വളർത്തിയെടുക്കും. കൂടുതൽ സമയം വീട്ടിൽ തന്നെ ചിലവഴിക്കുന്ന നിങ്ങളായി ചങ്കിനെ ഇവിടെ മെൻഷൻ ചെയ്യൂ.